വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു കാമുകനോ കാമുകിയോ ജീവിതത്തിലുണ്ടെങ്കിൽ ഇനി മുതൽ ഒരു പക്ഷേ അത്തരം കാമുകന്മാർക്ക് അല്ലെങ്കിൽ കാമുകിമാർക്ക് ഒരു വലിയ പിടി വീഴാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധി പ്രകാരം ഏതെങ്കിലും ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് തങ്ങളുടെ സ്പൗസിന് മറ്റൊരു കാമുകൻ അല്ലെങ്കിൽ കാമുകിയുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാം, കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് നടപടിയെടുക്കാം എന്നുള്ള ഒരു വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി. ഈ വിധിയുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ അത് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ പാടില്ലാത്ത ആളുകൾ പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി വിവാഹ ജീവിതത്തിൽ സംഭവിക്കുന്ന നഷ്ടത്തിന് കാമുകനെയോ കാമുകിയെയോ ബാധ്യസ്ഥരാക്കുന്നതാണ് ഈ വിധി. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഭവിഷ്യത്ത് കാമുകന്മാർക്കും കാമുകിമാർക്കും ഉണ്ടാകും. അപ്പോൾ കാമുകന്മാരും കാമുകിമാരും ശ്രദ്ധിക്കുക, ഒരിക്കലും വിവാഹ ജീവിതങ്ങളിൽ ഇടപെടാതിരിക്കുക. 2, ഈ അടുത്ത കാലത്ത് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു. ആ വിധിയിൽ നേരെ തിരിച്ചാണ്. അതായത് വിവാഹിതയല്ലാത്ത ഒരു സ്ത്രീക്ക് വിവാഹിതനായ ഒരു പുരുഷനുമൊത്ത് ജീവിക്കണമെങ്കിൽ യാതൊരു നിയമ തടസ്സവുമില്ല എന്നാണ് മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ധാർമ്മികമായിട്ട് തെറ്റാണെങ്കിലും വിവാഹം കഴിക്കാത്ത സ്ത്രീക്ക് സ്വന്തമായി തീരുമാനമെടുക്കുന്നതിനുള്ള അവകാശവും അധികാരവും ഉള്ളതുകൊണ്ട് ആരുടെ ഒപ്പം വേണമെങ്കിലും ജീവിക്കാമെന്നാണ് മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞത്. ആ കേസിൽ ആ വിവാഹിതയല്ലാത്ത സ്ത്രീ ജീവിച്ചത് വിവാഹം കഴിച്ചൊരു പുരുഷനുമായിട്ടായിരുന്നു. എന്നാൽ ആ പുരുഷൻ്റെ ഭാര്യ അകന്ന് താമസിച്ചിരുന്നത് കൊണ്ടും വിവാഹം ഡൈവേഴ്സാക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നത് കൊണ്ടും ആ കേസിൽ അദ്ദേഹത്തോടൊപ്പം താമസിക്കാൻ യാതൊരു തടസ്സവുമില്ല, നിയമ തടസ്സവുമില്ല എന്നാണ് മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞത്. ചില നിബന്ധനകളോടുകൂടി അത് അംഗീകരിച്ച് കൊടുക്കുകയും ചെയ്തു. ഇനി ഏതൊരു പോലീസ് സ്റ്റേഷനിലും ചെന്ന് അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് നിങ്ങളുടെ അവകാശമാണ്. എന്ത് ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് അറിയാൻ. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും ഒരു അറസ്റ്റ് മെമ്മോ തയ്യാറാക്കുകയും അതിൽ അറസ്റ്റ് ചെയ്ത സമയം, അറസ്റ്റ് ചെയ്ത സ്ഥലം തുടങ്ങിയ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു അറസ്റ്റ് മെമ്മോ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഇനി 4-മതായി നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പെട്ടുകൊണ്ട് നിങ്ങൾ ഒരു ജാമ്യാപേക്ഷ കോടതിയിൽ കൊടുക്കുവാനിടയായാൽ നാളിതുവരെയായി അത് എത്ര സമയത്തിനകത്താണ് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര സമയമെടുക്കും ഒരു ജാമ്യാപേക്ഷ കൊടുത്ത് ജാമ്യം അനുവദിക്കുവാൻ അല്ലെങ്കിൽ ജാമ്യം തള്ളുവാൻ എന്നതിനെ സംബന്ധിച്ച് യാതൊരു മാനദണ്ഡങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, ഏതൊരു ജാമ്യാപേക്ഷയും കൊടുത്ത് 2 മാസത്തിനുള്ളിൽ അത് തീർച്ചയായും ഡിസ്പോസ് ചെയ്തിരിക്കണം എന്ന്. ഇനി മറ്റൊരു കാര്യവും കൂടി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, സാധാരണ ചെക്ക് കേസുകളിൽ നോട്ടീസ് അയക്കുന്ന ഒരു പതിവുണ്ട്. ചെക്ക് മടങ്ങിയാൽ നോട്ടീസ് അയക്കുന്ന ഒരു പതിവുണ്ട്. ആ പതിവിൽ ഏതെങ്കിലും കാരണവശാൽ ചെക്കിൻ്റെ സംഖ്യ കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ആ കേസിന് ദോഷകരമാകുന്ന ഒന്നാണെന്ന് സുപ്രീം കോടതി ഈ അടുത്ത് നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ചെക്ക് കേസിൽ പ്രതിയാകാൻ ഇടയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെക്ക് മടങ്ങിയതുമായി ബന്ധപ്പെട്ട് വക്കീലോ കക്ഷിയോ ഒരു ലീഗൽ നോട്ടീസ് അല്ലെങ്കിൽ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സംഖ്യ കൃത്യമായി കാണിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു പക്ഷേ പൈസയെ സംബന്ധിച്ച് അതിൽ വ്യക്തമായ ഒരു ചിത്രമില്ലെങ്കിൽ നിങ്ങൾക്ക് കേസ് അനുകൂലമായി വരുവാൻ ഇടയുണ്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് മറ്റൊരു കാര്യവും കൂടി ചെക്കിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരാം. എല്ലാ ചെക്ക് കേസുകളും ഈ നോട്ടീസ് അയച്ച്
പ്രതി നോട്ടീസ് കൈപ്പറ്റി 15 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു 30 ദിവസത്തിനുള്ളിലാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്. എന്നാൽ ഈ 30 ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പീരീഡ് തന്നെയാണ് എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. കാരണം സെക്ഷനിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 30 ദിവസമെന്ന്. ആ 30 ദിവസം എല്ലാ കാരണങ്ങൾ കൊണ്ടും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു മാൻഡേറ്ററി പ്രൊവിഷനായിട്ടാണ് സുപ്രീം കോടതി ഈ അടുത്ത സമയത്ത് വന്ന വിധിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കുറച്ചു നിയമ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കായി